നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വിനോദ്. വിരാടം വിനോദം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ചും ക്രിസ്മസ് ആഘോഷത്തിനോടനുബന്ധിച്ചും കൊച്ചിയിൽ നടക്കുന്ന കാർണിവലിലാണ് ഞാനിപ്പോൾ. കൊച്ചി വെളി ഗ്രൗണ്ടിൽ കൊച്ചിക്കാർക്ക് ആഘോഷ രാവുകൾ സമ്മാനിച്ച 2 ആഴ്ചകൾ കടന്നുപോയിരിക്കുന്നു. കൊച്ചിക്ക്, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിക്ക് ഒരു പ്രത്യേക വൈബാണ്. അതും പ്രത്യേകിച്ച് കാർണിവൽ തുടങ്ങിക്കഴിഞ്ഞാൽ കൊച്ചിക്കാർക്ക് പിന്നെ ആഘോഷങ്ങളാണ്. 1985 UN ഇൻ്റർനാഷണൽ യൂത്ത് ഇയറായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 1985. 85 തുടക്കത്തിൽ അല്ലെങ്കിൽ 84 അവസാനമാണ് 3 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു ആഘോഷ പരിപാടിയാണ്. കൊച്ചിൻ ബീച്ചിൽ തുടങ്ങിയ ഒരു ആഘോഷ പരിപാടിയാണ് ഇന്ന് കാർണിവലായിട്ട് വളർന്നു ഇത്രയും വലിയ ഒരു സംരംഭമായിട്ട്, ആഘോഷമായിട്ടും മാറിയത്. ഇന്ന് ഈ ആഘോഷ പരിപാടികളെല്ലാം ഇവിടുത്തെ പല പല ക്ലബ്ബുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കാർണിവലിൻ്റെ പതാക ഉയർത്തലോടുകൂടി ഡിസംബർ 15 ഈ ആഘോഷ പരിപാടികൾ തുടങ്ങുന്നത്. അതിൽ ഒരു പ്രധാന വെന്യൂ എന്ന് പറയുന്നത് കാർണിവൽ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിലെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. കാരണം ഇതിൻ്റെ ഏറ്റവും അവസാനം വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച അവസാനം നിങ്ങളെ കാണിക്കുന്നതാണ്. ഏറ്റവും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡിസംബർ 31 പരേഡ് ഗ്രൗണ്ടിൽ, ഈ വെളി ഗ്രൗണ്ടല്ല, പരേഡ് ഗ്രൗണ്ടിൽ ഉയർത്തുന്ന 35 അടി നീളമുള്ള പാപ്പാച്ചിയെ ഇരിക്കുന്നതോടെയാണ് കാർണിവലിൽ അവസാനം കുറിക്കുന്നത്. പക്ഷേ ഈ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണത്തോടനുബന്ധിച്ച് ദേശീയ ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ 31 ഇത്തവണ പാപ്പാച്ചിയെ എരിക്കുന്ന ചടങ്ങുണ്ടാകില്ല എന്നാണ് ക്ലബ്ബുകളും സംഘാടകരെടുത്തിരിക്കുന്ന തീരുമാനം. എങ്കിലും ഈ ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും ഒരു പാപ്പാച്ചിയെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇരിക്കുന്നതും സംബന്ധിച്ച് ഹൈക്കോടതി വരെ പോവുകയും ഹൈക്കോടതി അതിന് അനുവാദം കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ അവസാന അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല, കാത്തിരുന്ന് കാണാം. ഗാനമേള നടക്കുകയാണ്. ആ നീല വെളിച്ചത്തിൽ കാണുന്ന വൃക്ഷം, അതൊരു വൃക്ഷമാണ്, വലിയൊരു മരമാണ്. ആ മരത്തിൽ എല്ലാ വർഷവും ഇതുപോലെ അണിയിച്ചൊരുക്കും. ഇത്തവണത്തെ കളർ എന്ന് പറയുന്നത് നീല നിറത്തിലുള്ള LED ബൾബുകളിലാണ് അലങ്കരിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം. വളരെ പ്രശസ്തവുമാണ്. ഗാനമേളകൾ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ആവേശത്തിമർപ്പിലാണ്. കാഴ്ചകൾ കണ്ട് നിങ്ങളും ആസ്വദിക്കുക.
ഈ കാണുന്നതാണ് ഈ ഗ്രൗണ്ടിൽ, വലിയ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന പാപ്പാഞ്ഞി. പാപ്പാഞ്ഞിയെ കണ്ട് നമുക്ക് വെളിയിലേക്ക് പോകാം. വെളിയിൽ ഇത് ബിഷപ്പ് ഹൗസിന് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന വലിയ ഒരു നക്ഷത്രമാണ്. തൊട്ടടുത്തൊരു ക്രിസ്മസ് ട്രീയുമുണ്ട്. ഈ കാഴ്ചകൾ കണ്ട് ഞാൻ വെളി ഗ്രൗണ്ടിനോട് നമ്മൾ ഗുഡ് ബൈ പറയാം. വീഡിയോ നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.